നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അറിഞ്ഞെടുത്തോളം ആർത്തി പിടിച്ച കൂട്ടര കൂടെ കൂട്ടിയാ നാളെ ചിലപ്പോ നമ്മുടെ തലയിലാവും. എങ്കി പിന്നെ നമുക്ക് മാറി നിന്നിട്ട് ആവശ്യത്തിന് എണ്ണയും തിരിയൊക്കെ ഇട്ടു കൊടുക്കാം. ആളി കത്തട്ടെ. ആരെ കത്തിക്കാനാ അപ്പച്ചി മോളും കൂടി പ്ലാൻ ചെയ്യുന്നത്? എന്താണ് അത്? പിന്നെ ഞാൻ വിളക്ക് കത്തിക്കാൻ. ആഹാ, മെഴുകുതിരി കത്തിച്ചുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തി നീ വീണ്ടും നിലവിളക്കിലേക്ക് മാറിയോ? അത് പിന്നെ ഞാൻ രണ്ടും. എന്റെ പൊന്നു കാഞ്ചനെ, രണ്ടു വള്ളത്തിൽ ചവിട്ടാതെ നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. നാണമില്ലേടി നിനക്ക് ഇവളുടെ ഈ ഏഷണം കേട്ടോണ്ടിരിക്കാൻ? ഡാഡി ഞാൻ പോയിക്കേ, കൂടുതൽ വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട. എന്തൊരു കഷ്ടം, എവിടെ വന്നാലും വന്നു. ചേച്ചിയമ്മ ബഹളത്തിനൊന്നും പോണ്ട, കാര്യമായിട്ട് പറഞ്ഞാ മതി. പറഞ്ഞു നോക്കാം. ചുടലമാടന്റെ ഫോട്ടോ കാണുമ്പോഴാ എനിക്ക് പറഞ്ഞു കയറുന്നത്. എടാ സിദ്ധു, സിദ്ധു, എടാ എടാ. ആരാ? എന്താ? ഞാനാ, പ്രേമയെന്ന് പറയും. നിന്റെ ചേച്ചിയാ. ദേ, ഇത് നിന്റെ ഒരേ ഒരു അനിയത്തി സിന്ദഗി. ചേച്ചി എന്താ രാത്രിയിൽ ആളെ കളിയാക്കി ഇറങ്ങിയതാണോ? അയ്യോ അല്ലേ, നീയല്ലേ ഇവിടെയുള്ള എല്ലാരും കളിയാക്കുന്നേ. കൂടെ ഞങ്ങളെ നോക്കി കൊഞ്ഞനം കുത്താൻ ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമ പോലൊരു ഫോട്ടോയും. ചേച്ചി, സുധിയേട്ടന്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. എടാ, നീ നേരി കണ്ടിട്ടുണ്ടോ ഈ ശ്രുതിയെ? പിന്നെ എന്തിനാടാ ഈ ശ്രുതിയുടെ പടം ഇവിടെ വെക്കുന്നത്? അത് കൊള്ളാം. നമ്മൾ നേരിൽ കണ്ടിട്ടാണല്ലോ പലരെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാ ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും അയ്യപ്പസ്വാമിയും ഒക്കെ ചേച്ചിയുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുമല്ലോ. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഈ പടം ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു അസ്വസ്ഥതയാ, ഭയമാ. എന്നെക്കാളും ചേച്ചിയമ്മേക്കാളും വലുതാണോ ഏട്ടൻ ഈ വ്യക്തി? നിങ്ങളെക്കാളും വലുതല്ല എനിക്കാരും. സത്യത്തിൽ നിങ്ങളാണ് ഈ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കത്തിക്കേണ്ടത്, എന്നെ നിങ്ങൾക്ക് തിരികെ തന്നതിന്. മോനെ, സംഗതി ഒക്കെ ശരിയാ. അതൊന്നും ആരും കാണാതെ പോകുന്നില്ല. പക്ഷെ നീ മാറിപ്പോവുന്ന ഞങ്ങളുടെ പേടി. നീ മറ്റൊരാളാവൂന്ന്. ഓ, ഇപ്പൊ കാര്യങ്ങളുടെ റൂട്ട് മനസ്സിലായി. മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയുടെ ചിത്രം കണ്ടും ചിലങ്ക കെട്ടിയും ഗംഗ നാഗവല്ലി ആയതുപോലെ ഞാൻ സുധിയേട്ടനാവോ എന്നല്ലേ? സത്യത്തിൽ ആരാ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി? പ്രേമേച്ചിയാണോ അതോ സില്ലുവോ? എടാ മോനെ, ചേച്ചി ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. എന്നാലും പടു മരണപ്പെട്ടു പോയ ഒരാളുടെ പടം ഈ മുറിയിൽ വെച്ച് നീ കിടക്കുമ്പോ. ചേച്ചി, പടുമരണപ്പെട്ട ഒരാളുടെ ഹൃദയമല്ലേ ചേച്ചി എന്റെ ഈ ഉള്ളില്? ചേച്ചി ചെല്ല് ചേച്ചി. ദേ, ഫോട്ടോയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നേ? ചെല്ല്. അതെ, ഇന്ന് മുത്തശ്ശിയുടെ വക ഒരു നമ്പർ കാണും ആ ദേവികയ്ക്കെതിരെ. നമ്പരോ? എന്ത് നമ്പര്? അതൊന്നും പറഞ്ഞില്ല. നിന്റെ മുത്തശ്ശിയുടെ നമ്പർ അല്ലേ? വല്ല ഓൾഡ് നമ്പരും ആയിരിക്കും. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ?
അതെ, മുമ്പിൽ പനംകുറ്റി പോലെ നിൽക്കുന്നതേ സ്വന്തം തന്തയാ. വേണമെങ്കിൽ എണീറ്റൊന്ന് ബഹുമാനിക്കാം. ഫലിത ബിന്ദുക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ഭയങ്കര ചിരിയായിരുന്നല്ലോ. അത് ഞങ്ങള് ആ. ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യായിരുന്നു അച്ഛാ. ആ നല്ലതാ. ഭാവിയില് ഇതുപോലെ ചിരി കണ്ടാ മതി. അല്ലാതെ തേങ്ങലും മോങ്ങലുമായിട്ടൊന്നും മാറരുത്. അച്ഛനെന്താ ഒരുമാതിരി പ്രാഗം പോലെ സംസാരിക്കുന്നേ? ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്യണ്ടേ? പിന്നെ ഉറപ്പായിട്ട് വേണം. പ്ലാനിങ് ആണ് ജീവിതത്തിന്റെ അടിത്തറ, ബേസ്മെന്റ്. കർമ്മ പദ്ധതികൾ, വികസന പദ്ധതികൾ, റവന്യൂ സോഴ്സ് നികുതി അടയ്ക്കൽ, നികുതി പിടിച്ചെടുക്കൽ. അച്ഛനെന്താ കളിയാക്കോണോ? ഏയ്, നിത്യമോളും ശരത്ത് മോനുവേ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി അച്ഛനൊന്ന് ഉപദേശിച്ചല്ലേ. തൽക്കാലം അച്ഛന്റെ കയ്യിൽ നിന്ന് തരാൻ ഉപദേശം മാത്രമേ ഉള്ളൂ. 5 നയാ പൈസയിൽ. ശരത്ത് ബോവിന്റെ കയ്യിലും ഓട്ടക്കാലനാണെന്ന് അച്ഛനാ. ശരത്ത് മോൻ ആകെയുള്ളത് ആ ഓടിച്ചോണ്ട് നടക്കുന്ന പുൽച്ചാടി ബൈക്കും കുറെ ബംഗാളി ടീഷർട്ടും. ഇതെന്താ മനുഷ്യന്റെ തലേ സൂര്യൻ ഉദിച്ചോ? അച്ഛൻ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട. എന്റെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്നെ കാണിക്കണ്ട. കാശെന്ന് കേൾക്കുമ്പോഴേ എന്റെ ദൈവമേ എനിക്ക് പേടിയാ. ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ വ്യാജനാണോ എന്ന് ആർക്കറിയാം? ഇല്ലേ ശരത്ത് ബോന്? നിത്യ ഞാൻ മഹാറാണിയായി വാഴിക്കും. മഹാറാണിയായി. എങ്ങനെ മഹാറാണി? റാണിയും ചെങ്കോലും കിരീടവും കുതിരവണ്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ. അതെ, 3 നേരം മോര് കൂട്ടി ചോറ് കൊടുത്താൽ മതി. അച്ഛനിപ്പോ എന്താ വേണ്ടത്? മോര് കൂട്ടി ചോറ് വേണോ? എനിക്ക് ശരത്ത് ബോനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. എന്താ? അച്ഛൻ പറഞ്ഞില്ലെങ്കിലും ശരത്തേട്ടൻ പറഞ്ഞോളൂ. ആ, ശരത്ത് പറയുന്നേ പറയട്ടെ. തൽക്കാലം നീ അകത്തോട്ട് കയറിപ്പോ. അകത്തോട്ട് കയറിപ്പോടി. എന്താ അച്ഛാ? ഒരു ഉണ്ണിത്താന ശരത്തറിയോ? ആ അറിയാം. പത്രത്തിലെ ചാനലൊക്കെ കാണുന്നല്ലേ. രാജ്മോഹൻ ഉണ്ണിത്താൻ, പൊളിറ്റീഷ്യൻ. അയ്യോ, അച്ഛൻ ഉദ്ദേശിച്ച ആ ഉണ്ണിത്താനെ കുറിച്ചല്ല. അതുകൊണ്ട് തന്നെ ശരത്ത് മോന്റെ ഈ പൊളിട്രിക്സ് പരിപ്പ് ഇവിടെ വേഗത്തില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിലെ ഒരു CI ഉണ്ണിത്താനെ. ഉണ്ണിത്താൻ സാറും വേറെ 2 പോലീസുകാരും പിന്നെ ഏതോ ഒരു CPO ബഷീറും ശരത്ത് മോനെ പറ്റി തിരക്കാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. ഇവിടുത്തെ സ്റ്റേഷനിലെ GD എന്റെ സുഹൃത്താ, ഒരു പത്മനാഭൻ. അയാള് പറഞ്ഞതാ ശരത്ത് മോന്റെ ലേറ്റസ്റ്റ് BGD അവർക്ക് വേണമെന്ന്. എന്നുവെച്ചാ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഓ, അതെന്റെ പാസ്പോർട്ടിന്റെ PCCക്ക്. ശരത്ത് മോന്റെ പണ്ടേയുള്ള പാസ്പോർട്ടിന് എന്തിനാ മോനെ പുതിയ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്? PCC. അത് അല്ലച്ചാ, അത് ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിരിക്കുകയല്ലേ. റിന്യൂവലിന് കൊടുക്കുന്ന പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ വേണോ ശരത്തെ? ചിലവരുടെ കാര്യത്തിൽ വേണമായിരിക്കും. പണ്ടത്തെ അപ്പനാണോ ഇപ്പോഴത്തെ അപ്പനെന്നറിയണ്ടേ? എന്തോ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട അവര് നിന്നെ തേടി വന്നതെന്ന് പത്മനാഭൻ എന്നോട് പറഞ്ഞേ. പക്ഷെ ഇക്കാര്യം ഞാൻ നിത്യയോട് പറഞ്ഞില്ല, പറയത്തുമില്ല. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിത്യക്കുട്ടി അവിടെ ശരത്തേട്ടനെ സംശയിക്കുവോ?